അട്ടപ്പാടിയിലെ ഇരുളരുടെ ഒരു നാട്ടുപാട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം. മണ്ണേ നമ്പി മരമിരിപ്പൂ താരിരന്താരോ, മരത്തെ നമ്പി കൊമ്പിരിപ്പൂ താരിരന്താരോ, കൊമ്പേ നമ്പി ഇലയിരിപ്പൂ താരിരന്താരോ, ഇലയെ നമ്പി മൊട്ടിരിപ്പൂ താരിരന്താരോ, മൊട്ടെ നമ്പി പൂവിരിപ്പൂ താരിരന്താരോ, പൂവെ നമ്പി കായിരിപ്പൂ താരിരന്താരോ, കായെ നമ്പി പഴമിരിപ്പൂ താരിരന്താരോ, പഴത്തെ നമ്പി കിളിയിരിപ്പൂ താരിരന്താരോ, കിളിയ നമ്പി വിത്തിരിപ്പൂ താരിരന്താരോ, വിത്തെ നമ്പി നാമിരിപ്പൂ താരിരന്താരോ, നമ്മെ നമ്പി മണ്ണിരിപ്പൂ താരിരന്താരോ, നമ്മെ നമ്പി മണ്ണിരിപ്പൂ താരിരന്താരോ. തളിപ്പറമ്പ് നോർത്ത് വിദ്യാഭ്യാസ ജില്ലയിൽപ്പെട്ട പുണങ്ങോട് ALP സ്കൂളിലെ പ്രതിഭകളായിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. നമ്മൾ തുടങ്ങിയത് പാട്ടില് മണ്ണിൽ നിന്നാണ്. മണ്ണിൽ തുടങ്ങി മണ്ണിൽ അവസാനിച്ചു എന്നാണ് ഈ പാട്ട് നമ്മോട് പറയുന്നത്. അതിനിടയിൽ നമ്പുക എന്ന് പറയുന്നത് വിശ്വസിക്കുക അല്ലെങ്കിൽ ആശ്രയിക്കുക. നമ്മളൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് പരസ്പരം ആശ്രയിച്ചും വിശ്വസിച്ചും ഒക്കെ തന്നെയാണ്. അപ്പോ നമുക്ക് ഈ സമൂഹത്തിൽ സാമൂഹ്യമായ ഒരു വലിയ പ്രതിബദ്ധത, കൂട്ടുചേർന്ന് ജീവിക്കണം എന്നുള്ള ഒരു വലിയ സന്ദേശം ഈ പാട്ട് നമ്മോട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ പരിസരമൊക്കെ നമ്മൾ സുഗന്ധം പരത്തേണ്ടതുണ്ട്. ആ സുഗന്ധം എന്ന് പറയുന്നത് നമ്മുടെ കഴിവുകളാണ്. പ്രകൃതിയിൽ ഒത്തിരി ജീവജാലങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അവയൊക്കെ തന്നെ വ്യത്യസ്തമായ കഴിവുകൾ ഓരോ ജീവിക്കുമുണ്ട്. മയിലിനെ കുറിച്ച് പറയുമ്പോൾ മയില് മനോഹരമായി നൃത്തം ചെയ്യുന്നു, കുയില് മനോഹരമായി പാട്ട് പാടുന്നു, ചിലന്തിയാണെങ്കിലോ മനോഹരമായിട്ട് നെയ്യുന്നു. ഇങ്ങനെ ഓരോ കഴിവുകൾ ഓരോന്നിനും ഉണ്ടെങ്കിൽ മനുഷ്യന്റെ കഴിവെന്താണ്? ഇവയൊക്കെ നന്നായി നിരീക്ഷിച്ച് അവരവരുടേതായ കഴിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. മനുഷ്യന്റെ പ്രധാനപ്പെട്ട കഴിവെന്ന് പറയുന്നത് സംസാരിക്കുവാനുള്ള ഒരു കഴിവാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മറ്റൊരു കഴിവാണ് സ്വപ്നം കാണുക എന്നുള്ളത്. മറ്റൊരു കഴിവാണ് ചിന്തിക്കുക എന്നുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിട്ടുള്ള ബുർജ് ഖലീഫ അത് അവന്റെ സ്വപ്നത്തിലുണ്ടായതാണ്. ആ സ്വപ്നത്തിൽ നിന്നാണ് അവന്റെ ചിന്തകളായും ആ ചിന്തകളിൽ നിന്നാണ് അത് ഭൂമിയിലേക്ക് അത് പ്രാവർത്തികമാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. മനുഷ്യന്റെ മറ്റൊരു കഴിവാണ് ഒരു പുതിയ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാനുള്ള കഴിവ്. അതാണ് സർഗാത്മകത എന്ന് പറയുന്നത്. നമ്മളുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളില് ഏറിയും കുറഞ്ഞും വ്യത്യസ്തമായ അളവില് വ്യത്യസ്ത തരത്തിലുള്ള സർഗവാസനകൾ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. അത് എന്ത് എന്ന് കണ്ടെത്തുകയാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദി ചെയ്യുന്നത്. പ്രകൃതിയിലെ ഒരു ചെടി എടുക്കാം നമുക്ക്, പനിനീർ ചെടി. പനിനീർ ചെടി എന്താ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്? എടുക്കാൻ പറ്റില്ല. എന്താ കാരണം? അതിൽ നിറയെ മുള്ളുകളുണ്ട്. ആ ഇല കണ്ടാൽ അത്രയൊന്നും സൗന്ദര്യമില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ അടുത്തേക്ക് നമ്മൾ പോവില്ല. പക്ഷേ ആ പനിനീർ ചെടിയിൽ ഒരു പനിനീർ മൊട്ടിട്ട് അത് പൂവായിട്ട് മാറുമ്പോൾ അത് നൽകുന്ന സുഗന്ധം, അത് നൽകുന്ന നിറം പൂക്കളെയും മറ്റു പൂമ്പാറ്റകളെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും നമ്മൾ ആകർഷിക്കുന്നു. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോളം വളർന്നു ഇല്ലേ? ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഷർട്ട് കുപ്പായ കീശയുടെ മുകളിൽ ഒരു റോസാപ്പൂ തിരികിയിട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം സുഗന്ധം പരത്താനുള്ള ഒരു കഴിവ്, അത്ര ജീവിതത്തിൽ കൈപ്പേറിയ മുള്ളുകളൊക്കെ ആരാലും വെറുക്കപ്പെടുന്ന രീതിയിൽ ജീവിക്കുന്ന ചുറ്റുപാടിലാണെങ്കിൽ പോലും അത് സൗരഭ്യം പരത്തിയിരിക്കുന്നു. നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഇതുപോലെയുള്ള സർഗവാസന ഇതുപോലെയുള്ളൊരു റോസാപ്പൂവ് നമുക്കും വിരിയിക്കാൻ കഴിയണം. അത് പാട്ടായിരിക്കാം, ചിലപ്പോൾ നൃത്തം ചെയ്തായിരിക്കാം, ചിലപ്പോൾ ചിത്രം വരച്ചായിരിക്കാം, മധുരമായി സംസാരിച്ചായിരിക്കാം. ഇങ്ങനെ പല രീതിയിലും കഥ പറയാനും ഒക്കെയുള്ള കഴിവുകൾ ഈ നമ്മുടെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ പ്രവർത്തനത്തിലൂടെ ചെയ്യുന്നു. നമ്മുടെ ക്ലാസ്സിൽ, കുഞ്ഞു ക്ലാസ്സുകളിൽ നമുക്ക് എഴുതാനുള്ളതൊക്കെ എഴുതുക, അത് അവതരിപ്പിക്കുക, പറയാനുള്ളതും പാടാനുള്ളതും ഇത്തരം വേദികളിൽ അവതരിപ്പിക്കുകയും മറ്റുള്ളവർ അത് കേൾക്കുകയും തന്നെക്കുറിച്ചുള്ള അഭിപ്രായം മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം എന്താണ്? അപ്പോ അത്തരം സൗന്ദര്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇതുപോലെ